സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ എന്ന വിവരത്തിനു പിന്നാലെ തുടർ നടപടിക്കൊരുങ്ങി കേരള പോലീസ്. വിവരങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് ഇന്റർപോളിന് കത്ത് നൽകും. വിഷയത്തിൽ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KJ ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന രീതിയിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ്, അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇന്റർപോളുമായി ബന്ധപ്പെടാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 42 വർഷമായി പോലീസിന് പിടികൂടാൻ കഴിയാത്ത പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചില വാർത്താ ചാനലുകളുമെല്ലാം പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിൽ വ്യക്തത വരുത്താനായി സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടോ, ഇത്തരം വന്ന വാർത്തകളും ചിത്രങ്ങളുമെല്ലാം സത്യമാണോ എന്നറിയാനായി ഇന്നലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ആ നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ ഇന്റർപോളിന് കത്ത് നൽകാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ആ കത്ത് പ്രധാനമായും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ വന്ന ഇത്തരം വിവരങ്ങളിൽ വസ്തുതയുണ്ടോ, ഇത്തരം ചിത്രങ്ങളിൽ വസ്തുതയുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന ചിത്രങ്ങൾ അത് സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ മറ്റാരാണ്, ഈ വ്യാജ വിവരങ്ങളും അതോടൊപ്പം തന്നെ വ്യാജ അഡ്രസ്സ്, വ്യാജമായ സിം അടക്കമുള്ള വിവരങ്ങളുമായി ഒരു വ്യക്തി അവിടെ ബ്രൂണോയിൽ ജീവിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിച്ചിരുന്നത്. അത് പ്രത്യേകിച്ച് ഒരു സൈബർ വിദഗ്ധനായ മലയാളി സൈബർ വിദഗ്ധനാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ആ വിവരങ്ങളിൽ വാസ്തവമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതലായി പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടത്തിയ ശേഷം, വിവരങ്ങൾ ശേഖരിച്ച ശേഷം കേരളത്തിലെ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയും ഈ വിവരങ്ങൾ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യും. ആ വിശകലനങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം പുരോഗമിക്കുക. എന്തായാലും 42 വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം വിവരങ്ങൾ വന്ന ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. ചിത്രങ്ങളടക്കം പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ചില ഈ ബന്ധുക്കളുമായും ഭാര്യയുമായും മക്കളുമായെല്ലാം ഇദ്ദേഹം ബന്ധപ്പെടുന്നു. വ്യാജരേഖയിൽ ജോൺ മേനോൻ എന്ന രീതിയിൽ ഒരു പേരുണ്ടാക്കി കള്ളസിം എടുത്ത് അവിടെ നിൽക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും ഇത്രയും അധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസും ഇതിൽ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഈ കേസ് അവസാനിപ്പിച്ചു എന്ന രീതിയിലും വാർത്തകൾ വന്നിട്ടുണ്ട്. കാരണം ഈ സുകുമാരക്കുറുപ്പ് പ്രായം പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒളിവിൽ പോകുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ പരിശോധിക്കുകയാണെങ്കിൽ 80 വയസ്സിലധികം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഹൃദ്രോഗമടക്കമുള്ളവ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മരിച്ചതായും അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിപ്പിക്കുന്നു എന്ന രീതിയിൽ കുറച്ച് വിവരങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സുകുമാരക്കുറുപ്പ്, 80-ലധികം വയസ്സുള്ള സുകുമാരക്കുറുപ്പ് ജീവനയോടെ ഉണ്ട്, ഒളിവ് ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്, അദ്ദേഹം ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് കേരള പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഇതറിയാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെയും ആവശ്യമാണ്. കാരണം 42 വർഷം മുൻപ് ഒരാളെ കൊലപ്പെടുത്തി, പണത്തിനായി, ഇൻഷുറൻസിനായി കൊലപ്പെടുത്തി മുങ്ങിയ ആ പ്രതിയെ പിടികൂടണമെന്ന് കേരളത്തിലെ പൊതുജനം വർഷങ്ങളായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം നൽകുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് അത് പോലീസിൻ്റെ കടമയാണ്, ക്രൈംബ്രാഞ്ചിൻ്റെ കടമയാണ്, സർക്കാരിൻ്റെ കടമയാണ്. അപ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ അന്വേഷണത്തിന് അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ എന്ന വിവരത്തിന് പിന്നാലെ ഇപ്പോൾ തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് കേരള പോലീസ്. വിവരങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് ഇന്റർപോളിന് കത്ത് നൽകും. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.